ഇപ്പൊ സുഖമായോ? പ്രതീക്ഷിച്ചത്ര സുഖമായില്ല. വേഷം കിട്ടിയവന്മാര് പോരാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നേരിട്ട് തല്ലണമെന്ന് തോന്നുന്നുണ്ടോ? ആവാം. വിഷപ്പാമ്പുകളെ ഞാൻ കൈകൊണ്ട് തൊടാറില്ല. എങ്കിൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? രണ്ടുപേരും കൂടി നേരത്തെ ചെയ്ത മരുന്ന് കച്ചവടമല്ലേ, അത് തുടരാലോ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി ഡോക്ടറെ ജോലി തന്നെ നോക്കാം. പക്ഷെ ആ കൂട്ടത്തിൽ പെണ്ണുങ്ങളെ കറക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് വളരെ ക്രൂരമാണ്. മാനസിക പീഡനമാണ് ഏറ്റവും വലിയ പാപം. മിസ്റ്റർ മഹാദേവൻ, ഞാൻ പറയുന്നൊന്നും നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. എങ്കിലും പറയുക, ആശുപത്രിയിലെ സിസ്റ്റർ നിർമ്മലയെ ഞാൻ സ്നേഹിച്ചു. ഞാൻ ആരാണെന്നറിഞ്ഞിട്ടും അവൾ എന്നെ വെറുത്തില്ല. നന്ദിനി ഒരിക്കലും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. നിങ്ങളുടെ അമ്മാവൻ എനിക്ക് കുറെ പണം തരാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോ ഒരു ചെറിയ നാടകം അവിടെയും കളിച്ചെന്നേ. അമ്മാവൻ നിർബന്ധിച്ചു? സംശയമുണ്ട്. അയാൾ മഹാ താപ്പാനെയാ. എന്നെ വെച്ച് പണം കൊയ്യാമെന്നുള്ള മോഹമായിരുന്നു അയാൾക്ക്. എല്ലാം എനിക്കറിയാം. നിങ്ങളെ അയാൾ കുരങ്ങ് കളിപ്പിക്കുക. ഞങ്ങൾക്കും കുറെ മനുഷ്യത്തെ കൊണ്ട് സാറേ. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇങ്ങനെയൊക്കെ ശ്രമിച്ചു നോക്കിയത്. മറ്റാശ്രയമില്ലാത്ത ചിലർ കൂടി വേണ്ടിയാണ്. പക്ഷെ തോറ്റുപോയി. ദേവി അത് വിശ്വസിച്ചു.